നോക്കാം. പ്രോഗ്രാമിംഗ് രീതി, ഡാറ്റകൾ ചോർത്തുന്നതിനെ കുറിച്ച് ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ. അപ്പോൾ ഇനി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ ഫംഗ്ഷനേക്കാൾ പ്രാധാന്യം ഇതിലുള്ളത്. C++, ജാവ, C# തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് പ്രൊസീജിയറൽ ലാംഗ്വേജും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിശോധിക്കാം. പ്രൊസീജിയറലിൽ ഡാറ്റയ്ക്ക് പ്രാധാന്യം കുറവാണ്, എന്നാൽ ഓപ്സിലാകട്ടെ ഡാറ്റയ്ക്കാണ് പ്രാധാന്യം. രണ്ടാമത്, പ്രൊസീജിയറിനാണ് കൂടുതൽ പ്രാധാന്യം. പ്രൊസീജിയർ എന്നാൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷനാണ് കൂടുതൽ പ്രാധാന്യം, എന്നാൽ ഓപ്സിൽ ഫംഗ്ഷന് പ്രാധാന്യം കുറവാണ്. മൂന്നാമത്തെ വ്യത്യാസം നോക്കാം. പ്രൊസീജിയറിൽ പുതിയ ഡാറ്റ ടൈപ്പുകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ ഓപ്സിൽ അത് താരതമ്യേന വളരെ ഈസിയാണ്. പ്രൊസീജിയറൽ ലാംഗ്വേജിലാകട്ടെ നിത്യജീവിതവുമായി ബന്ധം കുറവാണ്, എന്നാൽ ഓപ്സിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും. ഇനി ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഓപ്പ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് നമുക്കൊന്ന് നോക്കാം. 1. ഒബ്ജക്റ്റ്. 2. ക്ലാസ്. 3. ഡാറ്റ അബ്സ്ട്രാക്ഷൻ. 4. ഡാറ്റ എൻക്യാപ്സുലേഷൻ. 5. പോളിമോർഫിസം. 6. ഇൻഹെറിറ്റൻസ്. 7. മോഡുലാരിറ്റി. ഈ 7 എണ്ണമാണ് പ്രധാന കോൺസെപ്റ്റുകൾ. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ ഈസിയാണ്. വളരെ സിമ്പിൾ എക്സാമ്പിൾ സഹിതം ഞാനിത് വിശദമാക്കി തരാം. അടുത്തതായി നമുക്ക് ക്ലാസും ഒബ്ജക്റ്റും